മക്കളില്ലാത്തവർക്ക് റബ്ബേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ നൽകിയവർക്ക് റബ്ബേ ആ മക്കളിൽ കൺകുളിർമയെ സന്തോഷത്തെ കൊടുക്കണേ റബ്ബേ. മക്കൾ രോഗികൾക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. മക്കളൊക്കെ ഒരു +2 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ഉമ്മാർക്കും ഉപ്പാർക്കും സംസാരിക്കാൻ പേടിയാണ്. മോം സ്റ്റോപ്പ് നാഗിങ്. അമ്മ ഇങ്ങനെ ഗിടുകിറ് പറഞ്ഞുകൊണ്ടിരിക്കല്ല. എന്തിന്? നിസ്കരിച്ചോ ചോദിക്കുന്നതിനായി പറയാ. അത് ഉമ്മ എന്നും ചോദിക്കും. വീട്ടുകാരി വരുമ്പോ ചോദിക്കും, മോനെ നിന്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരനല്ലേ, നീ അവിടെ എവിടെയും പോയിട്ടില്ലല്ലോ. ഉമ്മ ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഐ ആം ഫെഡ് അപ്പ്. മക്കള് പറയും, ഉമ്മ വെറുപ്പാകുന്നുണ്ടിട്ട് ഞങ്ങളെ ഉപദേശം കേട്ടിട്ട്. 10, 12, 13 വയസ്സായി തുടങ്ങുമ്പോ ഉപദേശങ്ങളൊക്കെ ഉറപ്പായി തുടങ്ങും. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ മക്കളെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ 7 വയസ്സ് 14 വയസ്സിനിടയിൽ നന്നാക്കിയാൽ കിട്ടും. ഇല്ലേ പോയി 7 വയസ്സ് 14 വയസ്സ്, രണ്ടാമത്തെ 7, ആദ്യത്തെ 7 ലാഇബുഹും സബ്അൻ. 7 വയസ്സ് വരെ കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ്. പക്ഷേ the second 7 to 14, 7 മുതൽ 14 വയസ്സ് വരെയുള്ള അദ്ദിബുഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വല്ല അറബി കോളേജിലും കൊണ്ടേ ചേർത്തണമെങ്കിലോ ഹിഫ്ദിന് ചേർത്തണമെങ്കിലോ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെങ്കിലോ ഒക്കെ 7 to 14 ഇടയിൽ ചെയ്താലേ ഫലിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. വസാഹിബുഹും സബ്അൻ, പിന്നെ നീ കൂട്ടുകാരനായി നടക്കണം 14 മുതൽ 21 വരെ. പിന്നെ ആ കയറ് ഇട്ടുകൊടുത്തേക്ക് നീ നോക്കിയിട്ട് കാര്യമില്ല. നന്നായാൽ ആ മകൻ നന്നായി, കേടെന്നാൽ അത് കേടുവന്നു.